പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയിലെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെക്കുറിച്ചും അതുപോലെ തന്നെ PSC തീരുമാനങ്ങളും അപ്ഡേറ്റുകളെക്കുറിച്ചും സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ നിന്ന് 6 ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, മെയ് 15-ാം തീയതി എന്ത് ചെയ്യുന്നു, 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 6 ചോദ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. PSC തന്നെ തെറ്റായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് കേരള PSC ഉത്തരസൂചികയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നീരജ് ചോപ്രയുടെ പേരായിരുന്നു അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ അത് അഭിനവ് ബിന്ദ്രയാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പോസ്റ്റുകളും വിമർശനങ്ങളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതിനെ തുറന്നുകൊണ്ട് കേരള PSC നമ്മുടെ ഉത്തരസൂചികയിൽ ആ ഉത്തരം മാറ്റുകയുണ്ടായിരുന്നു. അതുകൂടാതെ നിലവിലിപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് എയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് നിലവിൽ ഒഴിവാക്കിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ 8ാമത്തെ ചോദ്യം, 26ാമത്തെ ചോദ്യം, 39ാമത്തെ ചോദ്യം, 88, 94, 98 എന്നീ ചോദ്യങ്ങൾ, അങ്ങനെ മൊത്തം 6 ചോദ്യങ്ങളാണ് നിലവിലിപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം ഇപ്പോൾ 100 മാർക്കിൻ്റെ പരീക്ഷയിൽ നിന്ന് നിലവിലിപ്പോൾ അത് 94 മാർക്കിലേക്ക് മാറും. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ചില മാർക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് കിടക്കാം. അസിസ്റ്റൻ്റ് പരീക്ഷ റദ്ദാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ കാര്യമാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, സെക്രട്ടേറിയറ്റ്, PSC തുടങ്ങിയവയിൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള ജൂലൈ 25-ന് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന പരീക്ഷയാണ് നിലവിലിപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. ഇത് ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയായിരുന്നു കേട്ടോ. അതിൽ 4% സംവരണം ഏർപ്പെടുത്തിയതിലേക്ക് ഫെബ്രുവരി 8 ഗസറ്റിനെ തുടർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏകദേശം 1500-ലധികം പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ അപേക്ഷ കൊടുത്തവരിൽ ഭൂരിഭാഗം ആൾക്കാരും എന്തല്ല, ഭിന്നശേഷിക്കാരല്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഈ പരീക്ഷ റദ്ദാക്കാനായിട്ട് കേരള PSC തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഭിന്നശേഷി ഉള്ള ആൾക്കാരാണ് ഈ ഒരു തീരുമാനത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. കാര്യം, കുറച്ച് പേര് ചെയ്ത തെറ്റിൽ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ജോലി കിട്ടാൻ അർഹതയുള്ളവരാണ്. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത് മൂന്നാമത്തെ വാർത്തയിലേക്ക് പോകാം. കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിലേക്ക് 246 പേർക്ക് കൂടി നിയമന ശുപാർശ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളതിൽ 246 പേർക്ക് കൂടി നിലവിൽ ഇപ്പോൾ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിലേക്ക് നിയമന ശുപാർശ ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 19 ഡ്രൈവർ പരീക്ഷകൾ നിലവിൽ സെപ്റ്റംബർ 3-ന് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപേക്ഷകർ എന്ന് പറയുന്നത് ഏകദേശം 1,04,909 പേരാണ് നിലവിലിപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളത്. ഒഴിവുകൾ എന്ന് പറയുന്നത് 71 ഒഴിവുകൾ മാത്രമേ നിലവിലതിനകത്ത് ഉള്ളൂ. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ 3-നാണ് ഈ പരീക്ഷ എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഏതൊക്കെ ഡ്രൈവർ തസ്തികയിലേക്കാണ് പരീക്ഷ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിപ്പോൾ നടത്താനായിട്ട് പോകുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, ഹെവി പാസഞ്ചർ ഗുഡ്സ്, അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ST, അതുപോലെ തന്നെ ഷോഫർ ഗ്രേഡ് 2, അതുപോലെ തന്നെ ഡ്രൈവർ എക്സൈസിലേക്കുള്ള ഡ്രൈവറിൻ്റേത്, അതുപോലെ തന്നെ ഡ്രൈവർ തസ്തിക മാറ്റം വഴിയുള്ള എക്സൈസ്, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, ഡ്രൈവർ എക്സൈസിൽ ചെയ്യുന്ന പല വിഭാഗത്തിൻ്റേതും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ ഗ്രേഡ് 2 ഹാൻഡ്ലൂം ആൻഡ് വീവേഴ്സ്, അതുപോലെ ഡ്രൈവർ ഗ്രേഡ് 2 വിമുക്ത ഭടന്മാരുടേത്, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഹെവി പാസഞ്ചേഴ്സ് വെഹിക്കിൾ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസിലേക്കുള്ള ഡ്രൈവർ, അതുപോലെ തന്നെ റബ്ബർ മാർക്കറ്റിങ്ങിലേക്കുള്ള ഡ്രൈവർ, പിന്നെ എക്സൈസിലേക്ക് തന്നെയുള്ള പല വിഭാഗത്തിലുള്ള ഡ്രൈവർ തസ്തികയിലേക്കുള്ള പരീക്ഷകളാണ് സെപ്റ്റംബർ 3-ാം തീയതി നടത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കരസേനയിലേക്കുള്ള അഗ്നിവീർ, നമ്മൾ അഗ്നിവീറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരസേനയിലേക്കുള്ള അഗ്നിവീറിൻ്റെ പരീക്ഷ കോഴിക്കോടും കൊല്ലത്തും റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. റാലി ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായാലും അതിലേക്ക് അപ്ലൈ ചെയ്തവരെന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കരസേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് റാലി നടത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കരസേനയിലേക്കുള്ള അഗ്നിവീറിൻ്റെ പരീക്ഷകൾ അല്ലെങ്കിൽ അഗ്നിവീറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയയുടെ കേരളത്തിൽ ഒക്ടോബർ 1 മുതൽ 20 വരെ കോഴിക്കോടും, ഒന്ന് ശ്രദ്ധിക്കുക, ഡേറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒക്ടോബർ 1 മുതൽ 20 വരെ കോഴിക്കോടും, നവംബർ 15 മുതൽ 30 വരെ കൊല്ലത്തുമാണ് നടത്താനായിട്ട് പോകുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് ജില്ലക്കാർ, മാഹി, ലക്ഷദ്വീപ് തുടങ്ങിയവരെന്ത് ചെയ്യുക, നമ്മുടെ കോഴിക്കോടിലേക്കാണ് പോകേണ്ടത്. അതുപോലെ തന്നെ സൗത്തേൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ തെക്ക് ഭാഗത്തുള്ള ജില്ലകളായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയ തെക്കൻ ജില്ലകളിലെ ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്, കൊല്ലത്താണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിലേക്ക് പങ്കെടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ്
അറ്റൻഡൻറ്റിൻ്റെ സാധ്യതാ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നിലവിലിപ്പോൾ 1727 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു സാധ്യതാ ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ PSCക്കകത്ത് ഇപ്പോൾ 34 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഫിനാൻസ് വകുപ്പിലേക്ക് 30 ഒഴിവുകൾ വന്നിട്ടുണ്ട്. നിയമ വകുപ്പിലേക്ക് 21 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഡിറ്റ് വകുപ്പിലേക്ക് 29 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് 30 ഒഴിവുകളാണ്. ജനറൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് 91 ഒഴിവുകൾ. ആകെ മൊത്തത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ഒഴിവുകളിലേക്ക് വിളിച്ചിട്ടുള്ളത് 235 പേർക്കാണ്. ഇതിൻ്റെ ഒഴിവുകളിൽ 235 ഒഴിവുകളാണ് നിലവിലിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിലേക്ക് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലേ. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്കുള്ള അപേക്ഷ എന്ന് പറഞ്ഞിട്ട് 20,661 എന്ന് പറയുന്നുണ്ട്. ഒഴിവുകൾ എന്ന് പറഞ്ഞിട്ട് 524 എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ നോർമൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കാര്യമല്ല പറയുന്നതെന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പരീക്ഷ സെപ്റ്റംബർ 3-ാം തീയതിയാണ് നടക്കുന്നത്. കൺഫർമേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വനം വകുപ്പിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ സെപ്റ്റംബർ 3-ന്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തിനാണ്? ഉപജീവനത്തിനായിട്ട് വനത്തെ ആശ്രയിക്കുന്ന ആദിവാസി വിഭാഗത്തിലെ പട്ടികവർഗ്ഗക്കാർക്കായിട്ടുള്ള പ്രത്യേക നിയമനമാണിത് കേട്ടോ. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയവർ കൺഫർമേഷൻ നൽകേണ്ട ആവശ്യം വരുന്നില്ല. ഒക്ടോബർ 20 മുതൽ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമാകും കേട്ടോ. അപ്പോൾ കൺഫർമേഷൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റുകൾ പ്രൊഫൈലിൽ ലഭ്യമാകും. അപ്പോൾ പൊതുവിഭാഗത്തിൽ നിന്ന് 20,159 പേരാണ് എന്ത് ചെയ്യുന്നത്, വനം വകുപ്പിലേക്കുള്ള ദിവസവേതന ജോലി ചെയ്യുന്ന 502 പേരും ഉൾപ്പെടെ മൊത്തത്തിൽ 20,661 പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ 40% ഒഴിവുകൾ ദിവസവേതനക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 524 ഒഴിവുകളാണ് നിലവിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് 22 ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 20,000 രൂപ ശമ്പളം മുതൽ ഏകദേശം 1 ലക്ഷത്തിന് മേലെ, ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മേലെ വരെ വേക്കൻസിയുള്ള ജോലികൾ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിനകത്ത് നിലവിലിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ട ശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അർഹതയുള്ളവർ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്കിലോട്ട് പോയിട്ട് ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ഒഴിവുകളും അപ്ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് പോകാം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ സാധ്യതാ ലിസ്റ്റ്, കരസേനയിലെ അഗ്നിവീറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡ്രൈവർ പരീക്ഷയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് 246 ഒഴിവുകളുടെ കാര്യം, അസിസ്റ്റൻ്റ് പരീക്ഷ റദ്ദാക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ കേരള PSCയിലെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 6 ചോദ്യങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കിക്കൊണ്ട് 94 മാർക്കിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ പരീക്ഷ ചുരുങ്ങിയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ 5ാമത്തെ ഫേസ് പരീക്ഷയ്ക്കകത്ത് 2 ക്വസ്റ്റ്യൻസ് എന്തായി ഓൾറെഡി ക്യാൻസലായി പോകുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി എത്ര ചോദ്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നത് എന്ന് നമുക്ക് വഴിയേ അറിയാനേ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തൊഴിൽ വാർത്തയ്ക്കകത്ത് നിന്ന് എടുത്തിട്ടുള്ള തൊഴിൽ വീതിക്കകത്ത് നിന്ന് എടുത്തിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിനെ കുറിച്ചോ അല്ലെങ്കിൽ 12th ലെവൽ മെയിൻസിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഫിസിക്കലിൻ്റെ കാര്യം ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. എന്തായാലും ഇത്രയും വാർത്തകൾ മാത്രമേ നമ്മുടെ ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ പോയ ഒരുപാട് ഒഴിവുകൾ നിലവിലിപ്പോൾ കേന്ദ്രസേനയിലും നമ്മുടെ കേന്ദ്ര സർവീസിലേക്ക് ഒരുപാട് ഒഴിവുകളുണ്ട്. അപ്പോൾ ആ ഒഴിവുകളെ കുറിച്ചൊരു വീഡിയോ ഇന്ന് തന്നെ ഉണ്ടാവും. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം അതിനകത്ത് നമ്മൾ ഒരുപാട് ജോലി വേക്കൻസികളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.